ഈശോ എന്ന തിരുനാമം ഉച്ചരിക്കുന്നത് എൻ്റെ നാവിന് ഏറെ മധുരമാണ് എന്ന് പറഞ്ഞ വിശുദ്ധ അൽഫോൻസമ്മയുടെ ജീവചരിത്രത്തിലേക്ക് നമുക്ക് കുറച്ചു സമയം പോകാം. 1910 ഓഗസ്റ്റ് 1 കോട്ടയം ജില്ലയിലെ കുടമാളൂരിലെ മുട്ടത്തുപാടത്ത് എന്ന പ്രമുഖ കുടുംബത്തിൽ ജോസഫിൻ്റെയും മേരിയുടെയും 4ാമത്തെ മകളാണ് വിശുദ്ധ അൽഫോൻസ. ഓഗസ്റ്റ് 28 സീറോ മലബാർ സഭ ആചാരപ്രകാരം ഫാദർ ജോസഫ് ചക്കാലയ്ക്ക് അൽഫോൻസമ്മയെ മാമോദീസ മുക്കുകയും അന്നക്കുട്ടി എന്ന പേര് നൽകുകയും ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷം അവളുടെ മാതാവ് മരിച്ചതിൽ അവൾ തൻ്റെ ശൈശവം വെള്ളിപ്പനും വെള്ളിമ്മയ്ക്കൊപ്പം ഏറുപറമ്പിലായിരുന്നു ചിലവഴിച്ചത്. ഈ അവസരത്തിൽ ആത്മീയ ജീവിതത്തിന്റെ ആദ്യ വിത്തുകൾ അവളിൽ വിതയ്ക്കപ്പെട്ടത് വിവാഹപ്രായമായപ്പോൾ അവളുടെ പേരമ്മ സൽസ്വഭാവിയായ ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അവളുടെ വിവാഹ ജീവിതം അവൾ ആഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ ആഗ്രഹപ്രകാരം കർത്താവിൻ്റെ മണവാട്ടിയായി ജീവിക്കുവാനായി ഒരിക്കൽ അവൾ തൻ്റെ പാദം വരെ ഉമിത്തിയിൽ പൊള്ളിക്കുകയുണ്ടായി. 1927 ഒരു പന്തവസ്ത ദിനത്തിൽ അന്നക്കുട്ടി ക്ലാരമഠത്തിൽ ചേർന്നു. 1928 ഓഗസ്റ്റ് 2 അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചു. അൽഫോൻസ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. 1932 കോട്ടയം ജില്ലയിലെ വക്കക്കാട് എന്ന സ്ഥലത്ത് ക്ലാരമഠം വക പ്രൈമറി സ്കൂളിൽ അധ്യാപകയായി പ്രവർത്തിച്ചു. കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മയുടെ സന്തോഷം അധിക നാളും നീണ്ടു നിന്നില്ല. അനാരോഗ്യ നിമിത്തം 1 വർഷം മാത്രമാണ് ആ സ്ഥലത്ത് തുടരാൻ സാധിച്ചുള്ളൂ. ചാവറ പിതാവിന്റെ മധ്യസ്ഥത്താൽ അവളുടെ അസുഖം അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. ഓഗസ്റ്റ് 14 അവൾ ഭരണങ്ങാനത്തോട്ട് തിരിച്ചു പോന്നു. വിവിധ തരത്തിലുള്ള അസുഖങ്ങളാൽ വിശുദ്ധ ഏറെ സഹനങ്ങൾ ഏറ്റുവാങ്ങി. 1946 ജൂലൈ 28 അൽഫോൻസമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ അൽഫോൻസമ്മയ്ക്ക് 36 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശവസംസ്കാരം വളരെ ലളിതമായാണ് നടന്നത്. എന്നാൽ അവൾ വളരെയധികം സ്നേഹിച്ചിരുന്ന കുഞ്ഞുങ്ങൾക്ക് അൽഫോൻസമ്മയുടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചു തുടങ്ങി. വിശുദ്ധരെ എങ്ങനെയാണ് ഈശോ സ്നേഹിക്കുന്നത് എന്നും വിശുദ്ധർ എങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കുന്നതെന്നും അത്ഭുതങ്ങൾ തെളിയിച്ചു തുടങ്ങി. അൽഫോൻസമ്മ വഴി നടന്ന അത്ഭുതങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒഴുക്കത്തോട്ടിലെ ഷാജി എന്ന കുട്ടിയുടെ ജന്മനാ വളഞ്ഞ കാലുകളുടെ രോഗശാന്തിയാണ്. 1953 ഡിസംബർ 2 ദേവദാസിയായും 1984 നവംബർ 9 ധന്യ പദവിയിലേക്കും ഉയർത്തപ്പെട്ടു. 1986 അൽഫോൻസമ്മയെ ജോൺ പോൾ 2 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2008 മാർച്ച് 1 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചു. 2008 ഒക്ടോബർ 12 അൽഫോൻസമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ കാണുക, കുറവുകളെ അവഗണിക്കുക, നല്ല വാക്ക് പറയുക, ഓരോ വാക്കും ഈശോയുടെ സ്നേഹം കൊണ്ട് അളന്ന് സംസാരിക്കുക. നമുക്കും അൽഫോൻസമ്മയെ അനുകരിക്കാം. താങ്ക് യു.